ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ വലിയ റിസ്ക് ഒന്നുമില്ലാതെ തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭം തന്നെയാണ് ഉള്ളി, വെളുത്തുള്ളി, അതേപോലെ സബോള ഇതെല്ലാം തൊലി കളഞ്ഞുള്ള പാക്കിംഗ് ജോബ്. ഇത് എല്ലാവർക്കും സെയിലാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരു റിസ്ക്കും ഇല്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇതെങ്ങനെയാണ് നമ്മൾ ആളുകളെ കൊണ്ട് എടുപ്പിക്കുക, എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ആളുകൾക്ക് കൊടുത്ത് പൈസ വാങ്ങുക, അതിനുള്ള ആളുകളെ നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും. അപ്പോൾ നമ്മൾ ഏതൊരു ബിസിനസ് ആയാലും അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ കസ്റ്റമർ ആണല്ലേ. കസ്റ്റമർ ഇസ് കിങ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയില്ലേ, അതേപോലെ നമ്മൾ എന്തൊരു ബിസിനസ് ആയാലും അതിൻ്റെ കറക്റ്റ് കസ്റ്റമറെ നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറേ ആളുകളിലേക്ക് എത്തിച്ചു, കുറേ പേരോട് പറഞ്ഞു, പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ ബിസിനസ്സിന് നമ്മൾ പബ്ലിസിറ്റി കൊടുത്തുന്നു. പക്ഷേ അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് മാത്രം നമ്മുടെ ബിസിനസ് ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു 10,000 പേരിലേക്ക്, 5,000 പേരിലേക്ക്, 1,00,000 പേരിലേക്കൊക്കെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് 1-2 പേര് മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമറിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിച്ചാൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ്, എന്ത് സർവീസാണ് നമ്മൾ സെയിൽ ചെയ്യണത്, അപ്പോൾ അത് ആവശ്യമുള്ള ആളുകളിലേക്ക് കറക്റ്റായിട്ട് അതിനോട് ആവശ്യമുള്ള ആളുകളിലേക്ക് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പരസ്യം അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ബയ്യറെ കിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് സക്സസ് ആവുക. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇങ്ങനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കാം. വെളുത്തുള്ളി, സബോള, ഇഞ്ചി ഇതൊക്കെ തൊലി കളഞ്ഞ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ നമുക്ക് എവിടെ നിന്നാണ് നമുക്കിതൊക്കെ വാങ്ങാനുള്ള ആളെ കിട്ടുക? ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കുക, ഇത് ആർക്കാണ് ആവശ്യം, ആരായിരിക്കും ഇത് കൂടുതലും വാങ്ങുക, ഏത് സിറ്റുവേഷനിലാണ് വാങ്ങുക. ഞായറാഴ്ചകളിലൊക്കെ ചിക്കൻ കടകളിൽ ഒരുപാട് തിരക്ക് കാണാമല്ലേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ഞായറാഴ്ച മാത്രം വേണമെന്നല്ല പറയണത്, നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞായറാഴ്ച എടുക്കുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു 5-10 ചിക്കൻ കടകൾ, ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, അങ്ങനെ മീറ്റ്സിൻ്റെ കടകൾ പരിചയപ്പെട്ട് വയ്ക്കുക, കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് നമ്മൾ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സബോള ഇത്തരം കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും നമുക്കത് സെയിലാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളൊരു 5-10 കടകൾ നമ്മൾ പരിചയപ്പെട്ട് വയ്ക്കും, ഞങ്ങളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ കടകളിൽ വെച്ചോട്ടെ, ചെറിയൊരു മാർജിൻ അവർക്കും കൊടുക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് വരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതേപോലെ ഏതൊരു ബിസിനസ് ആയാലും അതിൻ്റെ കറക്റ്റായിട്ട് അത് ആർക്കാണ് ആവശ്യമെന്ന് അറിഞ്ഞ് ആ ഒരു രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യാൻ, സർവീസ് ആണെങ്കിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊരു ബിസിനസ് ആയാലും നമുക്ക് സക്സസ് ആക്കാൻ സാധിക്കും. അപ്പോൾ പുതിയൊരു ബിസിനസ് ഐഡിയ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.